രാജ്യത്ത് പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തെ ചുറ്റിപ്പറ്റി പുതിയ രാഷ്ട്രീയ ചർച്ചകൾ വീണ്ടും സജീവമാവുകയാണ്. ഗോവധാരോപണത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിനെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനാണ് പശുവിനെ ദേശീയ മൃഗമാക്കേണ്ടതെന്ന ആവശ്യവുമായി ചില മുസ്ലിം സംഘടനകൾ രംഗത്തെത്തിയിരുന്നു. ജമിയത്തുൽ ഉലമായെ ഹിന്ദ്, ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് എന്നിവയാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. പശുവിന്റെ പേരിൽ നടക്കുന്ന രാഷ്ട്രീയ ചൂഷണങ്ങളും ആൾക്കൂട്ട ആക്രമണങ്ങളും ഇല്ലാതാക്കാനും മതസൗഹാർദ്ദം ശക്തിപ്പെടുത്താനുമാണ് നിർദ്ദേശമെന്ന് സംഘടനകൾ വ്യക്തമാക്കുന്നു. ഇപ്പോഴിതാ വിഷയത്തിൽ പ്രതികരണവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നിരിക്കുകയാണ്. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലെന്നും അത് ഇതിനോടകം തന്നെ രാഷ്ട്രമാതാവാണെന്നുമാണ് യോഗിയുടെ നിലപാട്. ബിജ്നോറിൽ നടന്ന പൊതുപരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. പശ്ചിമ ബംഗാളിലെ ഒരു കന്നുകാലി ചന്തയിൽ നടന്ന സംഭവമാണ് ഈ വിവാദത്തിന് വഴിവെച്ചത്. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പശുവിനെ ബലി ആവശ്യത്തിനായി വാങ്ങാൻ മുസ്ലിം വ്യാപാരികൾ തയ്യാറാകാതിരിക്കുകയും പശുവിനെ മാതാവായി ആരാധിക്കുന്നവർ തന്നെയാണ് അതിനെ കശാപ്പിനായി കൊണ്ടുവരുന്നതെന്ന ചോദ്യം ഉയർത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് വ്യാപാരികൾ പശു വാങ്ങുന്നത് ബഹിഷ്കരിച്ചതോടെ ചില ഹിന്ദു കർഷകർ പ്രതിസന്ധിയിലായെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനു പിന്നാലെയാണ് പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന ആവശ്യം ഉൾപ്പെടെയുള്ള ചർച്ചകൾക്ക് രാജ്യത്ത് തുടക്കമായത്.